ആവശ്യത്തിനുള്ള ഗ്യാസ് ഒക്കെ ഉണ്ടോ? 2 കുറ്റിയുണ്ട്. എത്ര ദിവസം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന അറിയില്ല. ഇതിനോടകം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നിരുന്നോ? ബുക്ക് ചെയ്യാൻ അവിടെ സ്റ്റോക്ക് ഇല്ല, എവിടെ ആയാലും സ്റ്റോക്ക് ഇല്ല. വലിയ രീതിയിൽ നോമ്പുകാലാണ്, കച്ചവടം കിട്ടുന്ന സമയം കൂടിയാണ്, അവധി ദിവസങ്ങളുമാണ്. നോമ്പല്ല, ഇപ്പൊ പെരുന്നാൾ വരുവാണല്ലോ. പെരുന്നാളിന് ഒരു 3 ദിവസം നമുക്ക് മെയിൻ കച്ചവടം നടക്കുന്നത്. അപ്പൊ പെരുന്നാളിനപ്പോ എല്ലാ ഷോപ്പുകാരും ബുദ്ധിമുട്ടിലാണ്. ഇപ്പോ പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ പാകം ചെയ്തുകൊണ്ടെന്ന് ഇവിടെ വന്ന് വിൽക്കാം. ആളുകൾ വരുന്നത് ചൂടോടെ കഴിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടോടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ പോവും, അതായത് ചൂടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാസ് ഇവിടെ അനിവാര്യമാണ്. പാചകവാതകത്തിന്റെ പ്രതിസന്ധിയൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ മിനിമം ഒരു 4 ഗ്യാസെങ്കിലും ഡെയിലി വേണം. അപ്പം നാളെ വരും എന്നൊക്കെ പറയണേ. ഗ്യാസ് ഇല്ല, അപ്പം നമുക്ക് കച്ചവടം ഇപ്പം എല്ലാവർക്കും ബാധിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പൂട്ടി. എന്തൊക്കെ നിങ്ങളുടെ ഐറ്റം മെനു എന്തൊക്കെയാ? മെനു നമ്മൾ കോളിഫ്ലവർ ഉണ്ട്, കാടമുട്ട, കൂന്തൾ, കല്ലുമ്മക്കായ്, മസാല കല്ലുമ്മക്കായ്, പിന്നെ മുളക് ബജി, ഉള്ളിവട, പഴംപൊരി, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. ഇതിപ്പോ എത്ര ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ബാക്കിയുണ്ട്? നാളത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ, അവരെ നമ്മൾ ഒപ്പിച്ചേക്കാണ്. നാളെ കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോണേ? ഗ്യാസാണ് ഇപ്പൊ നിർബന്ധം നമുക്ക്, അല്ലെ പൂട്ടേണ്ടി വരും. അതന്നെ, വേറെ അവസ്ഥ ഒന്നുമില്ല. ഇപ്പൊ ആവശ്യത്തിനുള്ള ഗ്യാസ് ഒക്കെ ഉണ്ടോ? ഗ്യാസ് ഇന്ന് തീർന്നിട്ടുണ്ട്. അപ്പോൾ നാളെ കോണ്ടാക്ട് ചെയ്ത് നോക്കണം, കിട്ടുമോ ഇല്ലോ എന്ന് അറിയില്ല. നാളെ രാവിലേക്ക് ഒരു പക്ഷെ കിട്ടിയില്ലെങ്കിൽ നാളെ കട തുറക്കാൻ സാധിക്കുമോ? ഇല്ല, ചെറിയ രീതിയിൽ കുക്കിംഗ് വരുന്നുള്ളൂ, പക്ഷേ അതിന് ആവശ്യമുണ്ട്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് അത്യാവശ്യം സെയിൽ ഉണ്ടാകുന്നത് ഈ നോമ്പിന്റെ ഈ സമയത്ത്. ഗ്യാസ് ഒക്കെ ഉണ്ടോ? ഗ്യാസ് ഇല്ല. എത്ര ദിവസത്തേക്കുള്ള ഉണ്ടാവും? ഇന്നത്തേക്ക് പോലും ഇല്ല. ഇന്നത്തേക്ക് പോലും ഇല്ല. അപ്പൊ എങ്ങനെയാണ്? ഒരുപാട് വിഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മണ്ണെണ്ണ സ്റ്റൗ, ചായ അതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്ര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാ? എത്ര ദിവസത്തേക്കുള്ള മണ്ണെണ്ണയൊക്കെ ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല, ഇന്നത്തേക്ക് മാത്രം മേടിച്ചിട്ടുള്ളൂ. ഗ്യാസ് കൂട്ടി കുറവാണ്. എത്ര സിലിണ്ടർ ബാക്കി ഉണ്ടാവും? ഞാൻ ചിലപ്പോൾ 2 ദിവസം, 1 ദിവസം, 2 ദിവസം കൊണ്ടുണ്ടാവും. ഇത്ര ഉള്ളൂ. അത് കഴിഞ്ഞ് എന്താ ചെയ്യാ? ചിലപ്പോൾ കട അടക്കേണ്ടി വരും. ഗ്യാസ് കിട്ടാൻ എന്ത് ചെയ്യാം? വിറ കൊണ്ട് എത്തിക്കാൻ പറ്റില്ലല്ലോ, കോർപ്പറേഷനാണ് ഇടങ്ങാറാക്കും. ഇപ്പൊ വീടുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വിറകില് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കേണ്ട രീതിയും പറ്റില്ല. ഇതൊക്കെ നമ്മൾ ലൈവായിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു ആൾക്കാർ ഇതന്നെ തണുപ്പുണ്ടോ ചൂടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നത്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസ് ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ എങ്ങനെ ഒരുപാട് വിഭവങ്ങൾ കൊടുക്കുക ആൾക്കാർക്ക്? ഇവിടെ 35ഓളം വണ്ടികളുണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്നത്. അതിൽ 20-25 വണ്ടി ഇന്ന് ലീവാണ് ഗ്യാസ് ഇല്ലാതെ. കോഴിക്കോട് ബീച്ചിലെ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. കോഴിക്കോട് ബീച്ചിലെ പലഹാരങ്ങളും കല്ലുമ്മക്കായ്, കാടമുട്ടയും, ഐശ്വര്യതയും, ഉപ്പിലിട്ടതെല്ലാം കഴിക്കാനാണ് വരുന്നത്. അതിൽ പലഹാരങ്ങൾ, ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഗ്യാസ് നിർബന്ധമാണ്. ഇന്നും രാവിലെ മുതൽ ഓടിയ ഉച്ചക്കാണ് ഗ്യാസ് കിട്ടിയത്. 1:30 മണിയാക്കി ഉച്ചയ്ക്ക് ഗ്യാസ് കിട്ടും. സാധാരണ രാവിലെ 7 മണി 8 മണിക്ക് കൊണ്ടുവരുന്ന സാധനമാണ്. ഇന്ന് എനിക്ക് ഗ്യാസ് കൊണ്ടുവന്ന ആൾക്ക് 1900 ഞാൻ കൊടുത്തത്. തൊട്ടടുത്ത കടയ്ക്ക് കൊടുത്തത് 2350. ഒരേ കമ്പനി, ഒരേ ഗ്യാസുമാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ പണം ചൂഷണം ചെയ്യുന്നുണ്ട് ഏജൻസികൾ. അതും കൂടി നിർത്തലാക്കണം. ഈ കേട്ടതൊക്കെ ഈ മനുഷ്യരുടെ ആശങ്കകളാണ്. നല്ല വരുമാനം പ്രതീക്ഷിച്ചിരുന്ന റമദാൻ കാലമാണ്. ആ പ്രതീക്ഷകളെയാണ് വാതക പ്രതിസന്ധി ഇല്ലാതാക്കിയത്. ഇന്നത്തെ ഒറ്റ ദിവസത്തേക്ക് വേണ്ട സിലിണ്ടറുകൾ മാത്രമാണ് പലരുടെയും കൈവശമുള്ളൂ. നാളെ കട തുറന്ന് എങ്ങനെ പലഹാരങ്ങൾ വിളമ്പുമെന്ന ചോദ്യമാണ് ഇവർക്കുള്ളത്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.